മിസ്റ്റർ ഗോവൻ, ഇതെന്താ പതിവില്ലാതെ ഈ ഭാഗത്തൊക്കെ? എനിക്കെന്താ, ഇവിടെ വന്നുകൂടെ? വരുന്നോണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്താണെന്ന കാര്യം പറ. എനിക്കൊരല്പം ജോലി തിരക്കുണ്ട്. നിന്റെ കലാപരിപാടികൾക്ക് ഇവിടെ ചില സ്ഥിര ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഈ മാനം മര്യാദക്ക് ജീവിക്കുന്നവരുടെ അടുത്ത് ഇത് വേണം. മാനം മര്യാദക്ക് ജീവിക്കുന്നവർക്ക് കല്യാണം കഴിക്കാതെ കൊച്ചുണ്ടാവില്ലോ. പിന്നെ ഞാൻ വരുന്നത് നിനക്കിഷ്ടമല്ലെങ്കിൽ നീ കയറി വീട്ടിനകത്തിരുന്നു കാണണ്ട. ഇനി മേലിൽ നീ ഇങ്ങോട്ട് വരരുത്. നീ ആരാ അത് പറയാൻ? ഏതായാലും നീ കണ്ടം ചെയ്തിട്ടിരിക്കുമല്ലേ. ഞാനൊന്ന് ഓവർറോൾ ചെയ്തെടുക്കാമെന്ന് നോക്കട്ടെ. അതായത് ഒന്ന് മിനുസപ്പെടുത്തിയെടുക്കാമെന്ന്. പാമ്പായാലും പഴവില്ലാസനം നല്ലത്. വിലാസിനിയമ്മയുടെ മകൻ ഗോപൻ ഇന്നലെ വീട്ടിൽ വന്നിരുന്നു. ഒരു കുട്ടിയുള്ള സ്ത്രീയോട് വിവാഹാഭ്യർത്ഥന നടത്തുന്നതിനേക്കാൾ നല്ലതല്ലേ അവിവാഹിതയായ ഒരു പെൺകുട്ടിയെ കണ്ടുപിടിച്ച് വിവാഹം നടത്തുന്നത്? വിലാസിനിയമ്മ വിഷമിക്കണ്ട. ഗോപൻ പറഞ്ഞത് ഞാൻ അത്ര കാര്യമാക്കിയിട്ടില്ല. താങ്ക് യു. എടാ, നീ എന്നെ മര്യാദയ്ക്ക് ജോലിയിൽ ജീവിക്കാൻ സമ്മതിക്കില്ലല്ലേ? അവരെന്റെ ഓഫീസറാണ്. നീ എന്തിനാ അവരെ വീട്ടിൽ പോയത്? പിന്നെ നിങ്ങളുടെ സമ്മതം കിട്ടിയിട്ട് വേണമായിരിക്കും എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകാനും വരാനും ഒക്കെ. ഒരു മാനേഴ്സും ഇല്ലാത്തൊരു തള്ള. നീ എന്റെ വയറ്റിൽ തന്നെ പറഞ്ഞല്ലോടാ. നീ കാരണം ഞാൻ കുടിക്കുന്ന കണ്ണീരിന് കണക്കില്ല. ചുമ്മാർന്ന് മോങ്ങാതള്ളേ. അവൾ ആരാ അത്ര വലിയ ശീലാവതി ചമയാൻ? തന്തയില്ലാത്തൊരു കുഞ്ഞിനെ പ്രസവിച്ചൊരു പെണ്ണിന്റെ അഹങ്കാരമേ. ജയദേവനുമായി കുറച്ചുനാള് വിലസുകാരി ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ല, ഒരു പെണ്ണ് രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചപ്പോ അവളുടെ ഒരു ഭാവം. അവൾക്കിഷ്ടമില്ലെങ്കിൽ എന്നോട് പറഞ്ഞാ പോരെ. ഈ നാട്ടിലെങ്ങും വേറെ പെമ്പിള്ളേരില്ലാത്ത പോലെ. അവനെ നിങ്ങളുടെ ഓഫീസാറിനോട് പറഞ്ഞേരെ ഗോവൻ ആളൊരൽപ്പം പെസയാണെന്ന്. ഹലോ. എന്താടി, അമ്മയോട് പറഞ്ഞെന്നെ വിറപ്പിച്ച് കളയാമെന്ന് കരുതിയല്ലേ? നിന്നെ ഉണ്ടല്ലോ ഞാൻ വെറുതെ വിടില്ല. എന്താ ഫോൺ വെച്ച് കളഞ്ഞത്? ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ. നിന്റെ ഇനിയുള്ള ഇവിടുത്തെ ജീവിതം നരകമായിരിക്കും. നിന്നെ എങ്ങനെയെല്ലാം അവമാനിക്കാമോ അതെല്ലാം എന്റെ പൊന്നു മോളെ ഞാൻ ചെയ്യും. ഗോവന്റെ തനി സ്വഭാവം നീ കാണാൻ പോകുന്നേ ഉള്ളൂ. വിലാസിനിയമ്മേ, എന്താ മായി? ഒന്നുമില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകണത് മുഴുവൻ റെക്കാർഡാ കേട്ടോ. കളയരുത്, തുറന്നു നോക്കുകയും ചെയ്യരുത്. പറ ആ കസര എടുത്ത് എടുത്തോണ്ട് പോകും. എടുത്തോ. സാറ് വരണ്ടായിരുന്നു, ഞങ്ങൾ എടുത്തോളാമായിരുന്നു. അത് സാരമില്ല. സൂക്ഷിച്ചു കൊണ്ടുപോകണം. അറിയാതെ പറ്റി എന്നാ അമ്മച്ചി. അമ്മച്ചിയോ? മര്യാദക്ക് പൊക്കിത്തറ. ഞാൻ തന്നെ പോകണം. തന്നെ അങ്ങോട്ട് പോക്കാൻ. ഈ വയസ്സാം കാലത്ത് എന്നെ കൊണ്ട് പൊക്കിച്ചെങ്കിൽ പൊക്ക് അത് പൊക്കാനും അറിയാൻ വയ്യ. ഇതുകൊണ്ട് വിളിച്ചവിടെ പോയി കിടന്നോ കേട്ടോ. ഇങ്ങോട്ട് വന്നേക്കരുത്.
എന്തു പറ്റി മോളെ? ഒന്നുമില്ല. ഉണ്ണില്ലാതെ ഒരു രസമില്ല. അതിനെന്താ, നാളെ സ്കൂളിൽ ചെന്നാ കാണാലോ. എന്നാലും ഞാൻ ഉണ്ണിയുടെ വീട്ടിലൊന്ന് പോയിട്ട് വരട്ടെ. വേണ്ട മോളെ, ഇനി ഒരു ദിവസം പോവാം. വാ, കാപ്പി പിടിക്കാം. വരും മോളെ. മഞ്ഞക്കിളി മറയല്ലേ, കുഞ്ഞിക്കഥ പറയൂല്ലേ. പാടുമോളെ, നാളെ സ്കൂളിൽ പാടണ്ടല്ലേ? എനിക്കറിയാം മമ്മി. മമ്മി വാ. എന്താ മോളെ? വാ മമ്മി, ഇരിക്കി. മമ്മി, ചിന്നുകുട്ടി വിളിക്കും മമ്മി. എന്തിനാ മോളെ ഇപ്പൊ വിളിക്കുന്നേ? വിളിക്കും മമ്മി. ശരി ശരി. ചേട്ടാ, മോളെ പോലും മറന്നുപോയല്ലേ? ചേട്ടാ, നാളെ എന്റെ വിവാഹ നിശ്ചയല്ലേ? എന്റെ വിവാഹം കഴിയുന്നത് വരെ ചിന്നുമോൾക്ക് ഞാനുണ്ടാവും. അമ്മയില്ലാതെ വളർന്നൊരു പിഞ്ചു കുഞ്ഞാണവൾ. ഒരമ്മയുള്ള സ്നേഹം അവൾക്ക് കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിലും ആ ദുഃഖം അറിയിക്കാതെയാണ് ഞാൻ അവളെ വളർത്തിക്കൊണ്ട് വന്നത്. ഞാൻ പോയാലും അവളെ സ്നേഹവാത്സല്യങ്ങളോടെ വളർത്താൻ ചുമതലപ്പെട്ട ഒരാൾ ഈ വീട്ടിൽ വേണം. ബിസിനസ്സും ടൂറും ഒക്കെ നടക്കുന്ന ചേട്ടന്റെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ അതിന് സമയം കണ്ടെത്താൻ ഒരുപക്ഷെ ചേട്ടന് കഴിഞ്ഞെന്ന് വരില്ല. ചിന്നുമോളുടെ ഭാവി ഓർത്ത് ചേട്ടനൊരു വിവാഹം കഴിക്കണം. അനിയത്തിക്ക് വേണ്ടി ഒരു ചേട്ടന് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചേട്ടൻ എനിക്ക് ചെയ്തു തന്നു. ഇന്ന് എന്നെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഭർത്താവിനെയും ചേട്ടൻ എനിക്ക് സമ്പാദിച്ചു തന്നു. പക്ഷേ ഒരു സഹോദരി എന്ന നിലയിൽ എന്റെ ചേട്ടനൊരു വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കുന്ന കണ്ടുകൊണ്ട് വേണം എനിക്ക് ഇവിടുന്ന് പോകാൻ. ചേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ ചേട്ടന് മറ്റൊന്നും തോന്നരുത്. ചിന്നുമോളെ സ്വന്തം മകളെ പോലെ സ്നേഹിക്കാൻ കഴിയുന്ന ഒരു ഹൃദയം മായയ്ക്കുണ്ടെന്ന് എനിക്കറിയാം. ചേട്ടന് മായയെ സ്വീകരിച്ചൂടെ? എനിക്കെല്ലാം അറിയാം ചേട്ടാ. അന്ന് സഹോദരിമാർക്ക് വേണ്ടി ചേട്ടന് ജീവന് തുല്യം സ്നേഹിച്ച മായയെ ചേട്ടന് ഉപേക്ഷിക്കേണ്ടി വന്നു. ഇന്ന് ആ മായയെ സ്വീകരിക്കാനാണ് ഈ അനിയത്തി പറയുന്നത്. ചേട്ടൻ ജീവിച്ചിരിക്കുമ്പോ മായയുടെ കുഞ്ഞ് അച്ഛനില്ലാതെ വളരാൻ ഇടവരരുത്. എന്താ രണ്ടുപേരും കൂടി? ഇരിക്കൂ. ഇന്ന് ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആണ്, വൈകുന്നേരം വീട്ടിൽ വെച്ച്. കൺഗ്രാറ്റുലേഷൻസ്. മായ ഉണ്ണിമോളെയും കൂട്ടി വരണം. നിങ്ങൾ ഇരിക്കൂ, ഞാൻ കാപ്പി കൊണ്ടുവരാം. വേണ്ട, ഞങ്ങൾക്ക് പോകാൻ ധൃതിയുണ്ട്. മായേ, തീർച്ചയായും വരണം. എന്റെ ചേട്ടന്റെയും കൂടി ആഗ്രഹമാണിത്. എങ്ങനെയായാലും ശരി, വിലാസിനെ നേരത്തെ എത്തണം. മായ കൂടി ഇല്ലാത്താണ്. നോക്കട്ടെ, കഴിയുന്ന നേരത്തെ ഓഫീസിൽ നിന്ന് ഇറങ്ങാൻ നോക്കാം. മായ വന്നിട്ടില്ലേ? ഇല്ല, ലീവിലാണ്. ഓക്കെ, സീ യു.